സമുദ്രം, അതിന്റെ ആഴം മനുഷ്യന്റെ മനസ്സിനപ്പുറം. നാം കരയിൽ നിന്ന് കാണുന്നത് കടലിന്റെ തിളങ്ങുന്ന മേൽഭാഗം മാത്രം. പക്ഷേ അതിന് താഴെ ഇരുട്ടിന്റെ, മൗനത്തിന്റെ, അത്ഭുതങ്ങളുടെ ഒരു ലോകം. ശാസ്ത്രജ്ഞർ പറയുന്നു, ഭൂമിയിലെ ജീവൻ ആദ്യം ഉദിച്ചത് കടലിലാണെന്ന്. പക്ഷേ അതിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗം, മാരിയാന ട്രഞ്ച്, ഇപ്പോഴും മനുഷ്യന്റെ മുഴുവൻ പഠനത്തിന് പുറത്താണ്. ഏകദേശം 11 കിലോമീറ്റർ ആഴം. എവറസ്റ്റ് മുകളിലൂടെ മുഴുവൻ മുങ്ങിയാലും അതിന്റെ മുകളിൽ മാത്രമേ വരൂ. അവിടെ വെളിച്ചമില്ല, ശബ്ദമില്ല, പക്ഷേ ജീവനുണ്ട്. അവിടെ കാണുന്ന ജീവികൾ ഭൂമിയിലെ മറ്റേതൊരു ജീവികളെയും പോലെ അല്ല. ചിലത് ചെറുതായി തിളങ്ങും, ചിലത് സ്വന്തം ശരീരത്തിൽ നിന്നുതന്നെ പ്രകാശം പുറപ്പെടുവിക്കും. അത് ദൈവം തന്ന ഒരു അത്ഭുതമാണ്, ഇരുട്ടിനുള്ളിൽ വെളിച്ചം. ശാസ്ത്രം അതിനെ ബയോല്യൂമിനസൻസ് എന്ന് പറയുന്നു. ഈ ജീവികൾക്ക് വെളിച്ചം ഉണ്ടാക്കാനുള്ള രാസശേഷിയുണ്ട്. അതുപോലെ ചില മത്സ്യങ്ങൾക്ക് കണ്ണിനു പകരം സ്പർശബോധം മാത്രം, ചിലത് തലയിൽ നീണ്ട വിളക്കുപോലെ ആംഗങ്ങൾ. ഇവയെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയുടെ വിസ്മയങ്ങൾ. കടലിന്റെ അടിത്തട്ടിൽ മറ്റൊരു വിസ്മയമുണ്ട്, സമുദ്രത്തിനുള്ളിലെ തരംഗങ്ങൾ. നാം കരയിലും മുകളിലും കാണുന്ന തരംഗങ്ങൾക്കു പുറമെ കടലിന്റെ അടിയിലും തരംഗങ്ങളുണ്ട്. അവ നീങ്ങുന്നത് മന്ദഗതിയിലും വലുപ്പത്തിലും. ഖുർആൻ പറഞ്ഞ പോലെ, തരംഗങ്ങൾ മുകളിൽ തരംഗങ്ങൾ. ഇന്ന് ശാസ്ത്രം അത് സ്ഥിരീകരിക്കുന്നു. കടലിലെ ആഴങ്ങളിലേക്കു പോകുമ്പോൾ ഓരോ നിമിഷവും വായുവിന്റെ സമ്മർദ്ദം വർദ്ധിക്കും. മനുഷ്യൻ അവിടെ പോയാൽ ശരീരം ചുരുങ്ങിപ്പോകും, പക്ഷേ അവിടുത്തെ ജീവികൾ അതിൽ സുഖമായി ജീവിക്കുന്നു. അവർക്കുള്ള ത്വക്കും ശരീരഘടനയും അതിനനുസരിച്ചാണ്. അതാണ് ദൈവത്തിന്റെ പദ്ധതിയുടെ സൗന്ദര്യം. കടലിന്റെ ആഴം മനുഷ്യന് ഒരു രഹസ്യമാണ്. മനുഷ്യൻ ഭൂമിയിലെ അനവധി മേഖലകളിൽ വിജയം നേടിയിട്ടുണ്ടെങ്കിലും ആഴക്കടലിലെ ചില ഭാഗങ്ങൾ ഇന്നും അവന്റെ അറിവിന് അപ്പുറമാണ്. ശാസ്ത്രം പറയുന്നു, ഭൂമിയുടെ 70% സമുദ്രങ്ങളാൽ പൊതിഞ്ഞതാണ്, പക്ഷേ അതിൽ വെറും 5% ഭാഗം മാത്രമേ മനുഷ്യൻ അന്വേഷിച്ചിട്ടുള്ളൂ. കടലിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ സൂര്യപ്രകാശം ക്രമേണ അപ്രത്യക്ഷമാകുന്നു. 200 മീറ്റർ ആഴം കഴിഞ്ഞാൽ വെളിച്ചം കാണാനില്ല. അതിനപ്പുറം ഇരുട്ട് മാത്രം, പാളികളായി പടർന്നിട്ടുള്ള ഇരുട്ട്. അത് ഖുർആനിൽ പറയുന്ന പാളികളായ ഇരുട്ടുകൾ എന്ന വാക്കുകൾക്കൊത്തു പൊരുത്തപ്പെടുന്നു. കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ജീവികൾ വിസ്മയങ്ങളാണ്. അവയിൽ പലതും മനുഷ്യന്റെ കണ്ണിന് അദൃശ്യമായിരിക്കും. ചില ജീവികൾക്ക് സ്വന്തം ശരീരത്തിൽ നിന്നുതന്നെ വെളിച്ചം പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്. അതിനെ ശാസ്ത്രം ബയോല്യൂമിനസൻസ് എന്ന് വിളിക്കുന്നു. അതായത് അവർ ഇരുട്ടിനുള്ളിൽ തന്നെ സ്വന്തം പ്രകാശം ഉണ്ടാക്കുന്നു. ഈ ജീവികൾക്ക് കണ്ണുകൾ പോലും വേണ്ട, അവർ പ്രക്ഷേപിക്കുന്ന പ്രകാശം കൊണ്ട് പരിസരം മനസ്സിലാക്കുന്നു. അവിടെ കാണപ്പെടുന്ന ജെല്ലിഫിഷ്, ആംഗ്ലർ ഫിഷ്, ഡീപ്പ് സ്നെയിൽ ഫിഷ് തുടങ്ങിയവ 3000 മുതൽ 4000 വരെ മനുഷ്യന്റെ കണ്ണിന് അത്ഭുതമാണ്. ചില ജീവികൾ മീറ്റർ ആഴത്തിൽ ജീവിക്കുന്നു, അത്രയും വലിയ സമ്മർദ്ദം പോലും അവക്ക് സ്വാഭാവികമായിരിക്കുന്നു. മനുഷ്യൻ അത്ര ആഴത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചാൽ ശരീരം തന്നെ ചുരുങ്ങിപ്പോകും. ആഴക്കടൽ നമ്മെ വിനയിപ്പിക്കുന്നു. നമ്മൾ കരുതുന്നത് പോലെ നാം വലിയവരല്ല. കടലിന്റെ ആഴം പോലെ ദൈവത്തിന്റെ അറിവും അതിലപ്പുറമാണ്. മനുഷ്യന്റെ കരുത്തും ശാസ്ത്രവും അവിടെ ചെറുതാകുന്നു. നമ്മൾ കാണാത്ത ലോകങ്ങൾ അനവധിയുണ്ട്. ആഴക്കടലിലെ ഇരുട്ട് പോലെ തന്നെയാണ് ജീവിതത്തിലെ രഹസ്യങ്ങളും. ദൈവം സൃഷ്ടിച്ച ലോകം മനുഷ്യനെ ചിന്തിക്കാൻ, അന്വേഷിക്കാൻ, വിനയത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. അതിനാൽ കടലിനെ കാണുമ്പോൾ അതിനെ ഒരു പ്രകൃതിദൃശ്യമെന്നല്ല, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വമെന്നു കാണുക. അതിന്റെ ആഴം മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും ഉണർത്തുന്നുണ്ട്. ഇതായിരുന്നു ആഴക്കടലിലെ അത്ഭുതങ്ങളുടെ ലോകം, മനുഷ്യന്റെ അറിവിനപ്പുറം ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടിയുടെ തെളിവുകൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.